ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ മരിച്ചുപോയവരെ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറുവാൻ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ദിവ്യകാരുണ്യ ചാപ്പലിലിരുന്ന് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി ദുഃഖത്തിന്റെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ ഒരു കാര്യം കാണിച്ചു തന്നു. പണ്ട് നഴ്സറി സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് മാതാപിതാക്കന്മാര് അപ്പനോ അമ്മയോ ആരെങ്കിലും നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി വരും. അങ്ങനെ അവർ വരുന്നത് നോക്കി നമ്മളിങ്ങനെ പ്രതീക്ഷയോടെ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ കൂടെയുള്ള ഓരോരുത്തരെ ഇങ്ങനെ വീട്ടിൽ നിന്ന് അപ്പനോ അമ്മയോ വന്ന് കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ 5 പേരായി, 4 പേരായി, 3 പേരായി അവരുടെ എല്ലാം വീട്ടിൽ നിന്ന് മാതാപിതാക്കന്മാർ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലേക്കൊരു വിങ്ങൽ അങ്ങോട്ട് കടന്നു വരും. എൻ്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലല്ലോ എന്നോർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ അവസാനത്തെ ആളെ കൊണ്ടുപോയി കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് വിങ്ങിപ്പെട്ടി കരയുവാൻ തുടങ്ങും. നമ്മളെല്ലാവരും അനുഭവിച്ചിരിക്കുന്ന ഒരു വേദനയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് ആ കുഞ്ഞിലത്തെ ആ ഒരു വേദന എന്ന് പറയുന്നത്. എന്നിട്ട് ഈശോ പറഞ്ഞൊരു കാര്യമാണ്, വിശുദ്ധ ബലിയിൽ ദേവാലയത്തിന്റെ മധ്യഭാഗം, സ്ത്രീകൾ നിൽക്കുന്നതിൻ്റെയും പുരുഷന്മാർ നിൽക്കുന്നതിൻ്റെയും മധ്യഭാഗം ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി സഭ മാറ്റി വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അവിടെ ശുദ്ധീകരണാത്മാക്കൾ വന്ന് നിൽക്കും വിശുദ്ധ ബലി നടക്കുമ്പോൾ. അപ്പോൾ അവിടെ വരുന്ന ഓരോ ശുദ്ധീകരണാത്മാക്കളും ഇങ്ങനെ നോക്കും, എൻ്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി, ഇന്നത്തെ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നിങ്ങനെ ശുദ്ധീകരണാത്മാക്കൾ നോക്കും. അപ്പോൾ ആരും വന്നില്ലെങ്കിൽ അവര് സങ്കടത്തോടെ വിഷമത്തോടെ അവർ തിരിച്ചു പോകും എന്നിങ്ങനെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അവര് അനുഭവിക്കുന്ന ഒരു വേദന, പ്രിയപ്പെട്ടവരെ, അതൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഒരിക്കല് ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ കുടുംബത്തില് മാനസിക രോഗം, ഡിപ്രഷൻ, ഇങ്ങനത്തെ ഓരോ അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവര് പലയിടത്ത് ചെല്ലുമ്പോഴും പല കാര്യങ്ങളാണ് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം കാരണം ഇതാണ് അതാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയൊരു കാര്യമാണ്, ഇവരുടെ കുടുംബത്തിലെ ഒരു അമ്മയെ വീട്ടില് മലമൂത്ര വിസർജനം ചെയ്തു വെക്കുമെന്ന് പറഞ്ഞ് ഭക്ഷണം കൊടുക്കാതെ നരകിച്ച് ഈ അമ്മ മരിച്ചു പോവുകയുണ്ടായി. ഈ അമ്മയുടെ കണ്ണുനീര് ആ വീട്ടിൽ വീണു. അതിനുശേഷം ഈ വീട്ടിലെ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളും ഡിപ്രഷനും ഒക്കെ വന്ന് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ആ കുടുംബം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇവരോട് പറഞ്ഞപ്പോൾ ഇവര് അത് സമ്മതിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അവരുടെ കുമ്പസാരത്തിലെ ഈ പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് അനുദപിച്ച് ഈശോയോട് ക്ഷമ പറഞ്ഞ് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അതിനുശേഷം വിശുദ്ധ ബലിയൊക്കെ അർപ്പിച്ച് ഈ അമ്മച്ചിക്ക് വേണ്ടി ഒപ്പിയസ് ഒക്കെ ചൊല്ലി എല്ലാ ദിവസവും ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അവര് അങ്ങനെ ചെയ്യുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവരുടെ കുടുംബത്തിലുണ്ടായിരുന്ന മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളും ഡിപ്രഷനും ഇതെല്ലാം മാറിപ്പോവുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയൊക്കെയുള്ള തെറ്റുകളും കുറവുകളും ഒക്കെ ഉണ്ടാകും. പക്ഷെ എന്നാലും നമ്മളത് ഈശോയുടെ സന്നിധിയിൽ ഈശോയോട് ഏറ്റു പറയുമ്പോൾ ധൂർത്തപുത്രന്റെ തിരിച്ചുവരവിന് കാത്തു നിൽക്കുന്നത് പോലെ നമ്മുടെ ഈശോ നമ്മളെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഈശോ ഉണ്ട്. ഒരിക്കലും ഇത് പൂർവിക ശവമാണ്, അല്ലെ ബന്ധനമാണ്, കെട്ടാണ് എന്ന് പറഞ്ഞ് ബന്ധനം അഴിക്കാനോ കെട്ടുകൾ അഴിക്കാനോ നമ്മൾ ശ്രമിക്കാതെ, ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ തലമുറയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അനുദപിച്ച് പ്രാർത്ഥിച്ച് കുർബാന അർപ്പിച്ച് ഒപ്പീസ് ചൊല്ലി ഈ ദുഃഖത്തിന്റെയൊക്കെ ജപമാല ചൊല്ലി ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് അനുഗ്രഹങ്ങൾ, ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരും. ഈ ശുദ്ധീകരണാത്മാക്കള് വിഷമിക്കുമ്പോൾ, അവർ സങ്കടപ്പെടുമ്പോൾ ഭൂമിയിലായിരിക്കുന്ന നമ്മൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാം എന്ന് കരുതുന്നത് തെറ്റാണ്. അവരുടെ കണ്ണുനീര്, അവരുടെ സങ്കടങ്ങൾ മാറുമ്പോൾ നമ്മുടെ ഭൂമിയിലുള്ള നമ്മുടെ ചില പ്രതിസന്ധികളും ചില സാമ്പത്തിക മേഖലയിലെ തകർച്ചകളും ചില ബിസിനസ് മേഖലകളിലെ തകർച്ചകളും ചില രോഗാവസ്ഥകളൊക്കെ മാറുന്നത്, ഒത്തിരി കുടുംബത്തിൽ മാറുന്നത് കാണുവാനിടയായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാം. പറ്റുമെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെയും എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് ഈശോയെ സ്വീകരിച്ച് ആ ബലിയിലേക്ക് കടന്നു വരുന്ന ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവിന്റെ വലിയ മാധ്യസ്ഥവും സാന്നിധ്യവും വിശുദ്ധ മിഖായേൽ ദൂതന്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.